ആലുവ മാർക്കറ്റിൽ നവീകരണത്തിന്റെ ഭാഗമായി കടകൾ പൊളിക്കുന്നത് താൽക്കാലികമായി നിർത്തിവെച്ചു. സംഘർഷ സാധ്യതയെന്ന റിപ്പോർട്ടിനെ തുടർന്ന് കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് താൽക്കാലിക നടപടി. ബദൽ സൗകര്യം ഫലപ്രദമായി ഏർപ്പെടുത്താതെ കടകൾ പൊളിക്കാനാവില്ല എന്ന നിലപാടുമായി കച്ചവടക്കാർ രംഗത്ത് വന്നതിനെ തുടർന്നാണ് ആലുവ മാർക്കറ്റിൽ നവീകരണത്തിന്റെ ഭാഗമായി കടകൾ പൊളിക്കുന്നത് താൽക്കാലികമായി നിർത്തിവെച്ചത്. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളോടെ പോലീസും നഗരസഭാ അധികൃതരും മാർക്കറ്റിലെത്തിയതിനെ തുടർന്ന് കച്ചവടക്കാരുടെ നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് സംഘർഷ സാധ്യത എന്ന റിപ്പോർട്ട് കളക്ടർക്ക് നൽകിയത്. കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് പൊളിക്കൽ നടപടികൾ താൽക്കാലികമായി നിർത്തിവെച്ചത്. മുനിസിപ്പാലിറ്റിയും കച്ചവടക്കാരും തമ്മിലുള്ള ഒരു എഗ്രിമെന്റിന്റെ പ്രശ്നമാണ്. ഈ എഗ്രിമെന്റ് വെക്കുന്ന മുറയ്ക്ക് ഞങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ അവർ ഏർപ്പാടാക്കുന്ന സ്ഥലത്ത് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പ്രകാരം മീൻകാർ എഗ്രിമെന്റ് വെക്കുകയും അവിടെ യാതൊരുവിധ സൗകര്യം ഇന്നേ വരെ അവർ ചെയ്തു തന്നിട്ടില്ല. അപ്പൊ ആ മുറയ്ക്കാണ് ഞങ്ങൾ എഗ്രിമെന്റ് വെക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ ലേശം വൈകിക്കാൻ കാരണം. അല്ലാണ്ട് ഞങ്ങൾ എഗ്രിമെന്റ് വെക്കൂടാന്ന് ഞങ്ങൾ ഇതുവരെ പറഞ്ഞില്ല. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇവര് ഈ കടമുറികൾ പൊളിക്കുവാൻ വേണ്ടി സെക്രട്ടറി നേതൃത്വത്തിലൂടെ വന്നത്. കാരണം ഞങ്ങൾക്ക് ജീവിതമാർഗം ഇതാണ്. ഞങ്ങൾക്ക് വേറൊരു വഴി കാണിച്ചു തരാണ്ട്. കാരണം നിലവിൽ കോടതിയിൽ കേസ് പോയിക്കൊണ്ടിരിക്കുക, 29 കോടതി കേസ് എടുക്കുകയാണ്. അപ്പൊ അതുവരെയുള്ള സമയം ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഗവൺമെന്റ് കളക്ടറിന് ഓർഡർ കിട്ടിയിട്ടുണ്ട്. അത് പ്രകാരം ഇന്ന് ഈ സംഭവങ്ങൾ ഇവിടെ വെച്ച് അവരത് പരിഹരിച്ച് വിട്ടേക്കാണ്. അപ്പൊ 40-50 കൊല്ലത്തോളമായി ഇവിടെ ഇടപാട് ചെയ്യുന്ന ഞങ്ങളെപ്പോലുള്ളവരെ വേറും ഒരു വേലയില്ലാത്തവരാക്കി വെറുതെ പുറത്തേക്ക് കളയാന്നുള്ളതാണ് ഇവിടുത്തെ മുനിസിപ്പാലിറ്റി ലക്ഷ്യം. ഇത് രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടാണ് ഈ രീതിയിലുള്ള ഒരു ഏർപ്പാടുമായി നഗരസഭ പോകുന്നത്. ഒരു കാരണവശാലും തൊഴിലാളികളുടെ പണി പോകാനും അതോടൊപ്പം തന്നെ നാട്ടിലെ വ്യാപാരികളുടെ അടക്കമുള്ള ഒരു വിഷയം ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ CPM ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ന്യൂസ് ബ്യൂറോ, ആലുവ. കളങ്കമില്ലാത്ത സൗഹൃദം പോലെ കലർപ്പില്ലാത്ത വിശ്വാസം. കല്ലൻസ് ജ്വല്ലറി.